റീൽസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, റീല് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യോഗ എന്ന് പറയുന്നൊരു കമ്പനിയുടെ റീലാണ്. ഇത് 8000 സൈസ് റീലാണ്. നമ്മളിത് മെയിനായിട്ടും കൊടുക്കുന്നത് കാർപ്പ് ഫിഷിങ്ങിനുള്ള ആൾക്കാരാണ്. അതായത് ലൈൻ കപ്പാസിറ്റി കൂടുതലാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ സർഫ് റീല് അങ്ങനെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് ബജറ്റഡ് ആണ്. മെയിനായിട്ട് ബൈറ്റ് ഫിഷിംഗ് ആണ് ഇതിന്റെ ഉദ്ദേശം. പുതിയുടെ ബ്രാൻഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ള മോഡൽസ് പ്രൈസ് വൈസ് ആണെങ്കിൽ ഡൈവ ലഗൂണ 4000 സൈസാണ്. ഇത് ഡൈവയുടെ യൂറോപ്യൻ മോഡലാണ് ലഗൂണ. നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കുറച്ച് ബജറ്റഡാണ്. നമ്മൾ ഡൈവയുടെ ഒരു എൻട്രി ലെവൽ കാറ്റഗറിയൊക്കെ വരുന്ന ഒരു ടൈപ്പ് റീലാണ്. പിന്നെ ഉള്ള ഡൈവ നിഞ്ച LG സീരീസ്, നിഞ്ച LG. ഇതും ഡൈവ യൂറോപ്യൻ മോഡലാണ്. 4000 സൈസാണ്. ലൂർ ഫിഷിംഗ് മെയിനായിട്ട് റീലാണ്. ATD ഡ്രാഗ്, ഓട്ടോമാറ്റിക് ടൂർണമെന്റ് ഡ്രാഗ് സിസ്റ്റം ഉള്ള റീലാണ്. ലൈറ്റ് വെയിറ്റ് സീരീസ് ആണ്. 280 ഗ്രാമേ ഉള്ളൂ റീലിന്റെ വെയിറ്റ്. പവർഫുൾ ഡ്രാഗാണ്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡൈവ പ്രോഡക്റ്റ്. ഈ റീലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഈ ഡൈവ ഫ്യൂഗോ LG നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റീലാണ്. കാരണം ഇത് മാക്സീൽഡ് റീലാണ്. ഡൈവയുടെ മാക്സി ടെക്നോളജി എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിച്ച ഒരു സീലിംഗ് ടെക്നോളജിയാണ്. ഇത് മാഗ്നറ്റിക് ഓയിൽ വെച്ചാണ് ഇത് സീൽ ചെയ്തേക്കുന്നത്. കാരണം 100% വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വരുന്ന ഡൈവ മാക്സീൽഡാണ്. മാക്സീൽഡ് റീലുകൾക്ക് മാക്സീൽ എന്നുള്ള എഴുതി കാണിച്ചേക്കും. മാക്സീൽഡ് എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ അത് കാരണം ഷോർ ഫിഷിംഗ് മെയിനായിട്ടും കണ്ടിന്യൂസ് കാസ്റ്റിംഗ്. ഇപ്പോൾ ഈ സാൽമൺ സീസണിലൊക്കെ ആൾക്കാർ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലൈറ്റ് റീല് വെച്ചിട്ട് മാക്സിമം നേരം രാവിലെ മുതൽ വൈകിട്ട് വരെ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് റീല്. 12 kg സ്മൂത്ത് ഡ്രാഗാണ്. ATD ഡ്രാഗാണ് വരുന്നത്. നല്ലൊരു ബജറ്റഡ് റീലാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്ന റീലില്. പിന്നീട് നമുക്ക് ഡൈവയുടെ വേറൊരു മോഡലാണ് ഡൈവ പ്രോറക്സ്. ഇത് യൂറോപ്യൻ മോഡലാണ്. ഡൈവ പ്രോറക്സ് ഫ്രഷ് വാട്ടറാണ്. പക്ഷേ കുറച്ച് നല്ല പ്രീമിയം കൺസെപ്റ്റിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. നല്ല കളർ ഡിസൈനും കോമ്പിനേഷനുമാണ് ഇതിൻ്റെ ഹാൻഡിൽ നോബ് സ്ക്രൂയിൻ ഹാൻഡിലാണ്. പവർ നോബാണ് വരുന്നത്. ഈ പവർ നോബ് സെറ്റിന് തന്നെ നല്ല വിലയുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. റിയലി സ്മൂത്ത് ഡ്രാഗാണ്. 12 kg ഡ്രാഗ് ഉള്ളതാണ്. എയർ ബെയിൽ സിസ്റ്റമാണ്. ഭയങ്കര സ്മൂത്താണ് ഈ റീല്. 4000 സൈസാണ്. ഡീപ് സ്പൂൾ അല്ല, നോർമൽ 4000 സൈസ് റീലാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. 230-240 ഗ്രാം അതിന് താഴെയൊക്കെ വെയിറ്റ് ഉണ്ട് ഈ റീലിന്. പിന്നീട് നമുക്കുള്ള ഡൈവ ഓഫ് ഷോർ കാറ്റഗറിയിൽ BG മാക്സീൽഡ് 4000, 5000, 3000 റേഞ്ച് ഉണ്ട്. ഇപ്പം നിലവിൽ സ്റ്റോക്ക് 4000 മാത്രമേ ഉള്ളൂ. ഓഫ് ഷോർ കാറ്റഗറിയാണ്. പവർഫുൾ ഗെയിമിന് വേണ്ടിയുള്ള ഡിസൈനാണ്. മാക്സീൽഡ് ആണ്. അത് കാരണം സോൾട്ട് വാട്ടർ ഗെയിമിൽ യാതൊരു പേടിയില്ലാതെ കൊണ്ടു നടക്കാം. നമുക്ക് അങ്ങനെ ഉപ്പുവെള്ളം കയറിയിട്ട് ബിയറിങ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പാർട്സിൽ നിന്നും പറ്റാതിരിക്കാനുള്ള മാക്സിമം പ്രൊട്ടക്ഷനുള്ള ഒരു റീലാണ്. സ്ക്രൂയിൻ ഹാൻഡിലാണ്. പവർ ഹാൻഡിൽ നോബാണ് വരുന്നത്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. പഴയ BG-യെക്കാട്ടിലും ഫുൾ ബ്ലാക്ക് ഡിസൈനാണ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ടൂർണമെന്റ് ഡ്രാഗ് സിസ്റ്റം ഡൈവയുടെ ATD ഡ്രാഗാണ്. ഇതിനകത്ത് കാർബൺ സപ്പോർട്ടഡ് ഡ്രാഗ് സിസ്റ്റം ആണ്. ഇത് കാർബൺടെക്സ് ഡ്രാഗ് വാഷേഴ്സ് ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. ബോൾ ബിയറിംഗ് സപ്പോർട്ടറാണ് ഈ സ്പൂളിലെ ഡ്രാഗ് വാഷേഴ്സും അല്ലെങ്കിൽ ഡ്രാഗ് സിസ്റ്റം എന്താ പറയേണ്ടത് ഈ ബോൾ ബിയറിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്പൂൾ ഡിസൈനാണ്. അത് കാരണം വലിയ മീനൊക്കെ വലിക്കുമ്പോഴും ഡ്രാഗ് പെർഫോമൻസ് പക്കയായിട്ട് നമുക്ക് കിട്ടും. സ്മൂത്തായിട്ട് ഡ്രാഗ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ബിയറിംഗ്സ് ആഡ് ചെയ്തേക്കുന്നത്. LT സീരീസിൽ പിന്നെ നമുക്കുള്ള ഡൈവ ലെഗാലിസ് LT ജാപ്പനീസ് മോഡലാണ്. JDM മോഡലാണ് ലെഗാലിസ് LT. ലൈറ്റ് വെയിറ്റ് ആണ്. ATD ആണ്. എല്ലാവിധ സ്പെസിഫിക്കേഷൻസും ഉള്ള ഫീച്ചേഴ്സും ഉള്ള ഒരു റീലാണ് ഡൈവ ലെഗാലിസ് LT 4000D. ഈ ഡീപ് സ്പൂൾ ആയ കാരണം നമുക്കൊരു P2 നല്ല ലൈനൊക്കെ 300 മീറ്ററോളം ഇതിനകത്ത് ലൈൻ കപ്പാസിറ്റി ഉള്ളതാണ്. ലൂർ ഫിഷിങ്ങിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ബജറ്റഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു നല്ലൊരു റീലാണ് ഡൈവ ലെഗാലിസ് LT 4000D CXH. എക്സ്ട്രാ ഹെവി ഗിയറാണ്. 6.2:1 ഗിയർ റേഷ്യോ വരുന്നത്.
ഷിമാനോയിൽ നമുക്ക് പരിചയപ്പെടുത്താൻ ഇപ്പം ഒരു റീലേ ഉള്ളൂ. ഷിമാനോ നെക്സാവെ 5000 HG. ഇതും ലൂർ ഫിഷിംഗ് റീലാണ്, മെറ്റൽ ബോഡി റീലാണ്, ഹഗാനി ഗിയറൊക്കെ ഉള്ള ഒരു റീലാണ്. ഷിമാനോ ഇവിടെ നമുക്ക് ഡീലർഷിപ്പ് ഇന്ത്യയിലുള്ള കാരണം നമുക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. നമ്മളെല്ലാവിധ റീൽസ് സർവീസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റീൽസിൻ്റെ സർവീസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഡ്രാ ക്ലിക്ക് ഒക്കെ ഉള്ള സൗണ്ടുള്ള റീലാണ്. ഇത് 320 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പൊതുവേ ഇങ്ങനെയുള്ള ടൈപ്പ് ഷിമാനോ റീൽസിനെല്ലാം ആ ടൈപ്പ് വെയിറ്റാണ് വരുന്നത്. ഇത് ഹാൻഡിൻ്റെ പ്ലാസ്റ്റിക് ആണ്, അത് ഷിമാനോ നേടിയിട്ടുണ്ടായിരിക്കും. കുറച്ച് ബജറ്റഡ് ലെവലിലുള്ള ഒരു റീലാണ് ഷിമാനോയുടെ ഷിമാനോ നെക്സാവെ. നമുക്ക് പിന്നെ നമ്മുടെ അവൈലബിൾ ഉള്ള ടൈൽ വോക്കിൻ്റെ ഫുൾ റേഞ്ച് ബെയ്റ്റ് കാസ്റ്റിംഗ് മോഡൽസ് ആണ്. ഇതിൻ്റെ 81 ഗിയർ റേഷ്യോ, അതായത് 8.1 ഗിയർ റേഷ്യോ ഉള്ള റീൽസ് ആണുള്ളത്. ഹയർ ഗിയർ റേഷ്യോ ആണ് ഇത്. ശരിക്കും നല്ല പ്രൊഫഷണൽ ബെയ്റ്റ് കാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന റീലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, 160 ഗ്രാമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. ഇങ്ങനെ ഭയങ്കര സ്പീഡ് ഉള്ള ഒരു സ്കൂളൊക്കെ ഡിസൈനായിട്ടുള്ള റീലാണ്. ചെറിയ വെയിറ്റുള്ള ലൂഴ്സ് പോലും നമുക്ക് ഇതിനകത്ത് നല്ല ദൂരം ഇത് ബെയ്റ്റ് കാസ്റ്റിംഗ് അറിയാവുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബെയ്റ്റ് കാസ്റ്റിംഗ് അറിയാമെന്ന് പറയാൻ വെച്ചാൽ ബെയ്റ്റ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്, ബാക്ക്ലാഷിൻ്റെ പ്രശ്നം വരും. ഇതിൽ ടെൻഷൻ നോക്കും. പിന്നെ ഇതിനകത്ത് സെൻട്രിഫ്യൂഗൽ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ഇതാണ് സെൻട്രിഫ്യൂഗൽ ബ്രേക്ക് സിസ്റ്റം. ഇതിൽ 6 പിന്നാണ് സെൻട്രിഫ്യൂഗൽ ബ്രേക്ക് സിസ്റ്റം വരുന്നത്. ലോക്കിൻ്റെ ഫുൾ റേഞ്ച്. ഒരു ബട്ടർഫ്ലൈ ഡോർ ടൈപ്പാണ് ഇതിൻ്റെ ഡോർ വരുന്നത്. ടെലോക്കിൻ്റെ പ്രീമിയം കാറ്റഗറി റീലാണ്. ഭയങ്കര സ്മൂത്തായിട്ടുള്ള റീലാണ്. പിന്നെ സ്പൂളാണ്. അതിൻ്റെ സ്പൂളിൻ്റെ ബിയറിങ്സ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ഫാസ്റ്റ് റണ്ണിങ് ബിയറിങ്സ് ആണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ലൂറുകൾ വരെ ബെയ്റ്റ് കാസ്റ്റിംഗ് ഫുൾ റേഞ്ചിൻ്റെ റോഡ് ആണ് ഇതിൻ്റെ മെയിൻ ബെസ്റ്റ് കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാഡ്രാഗാണ്. ഇതിനകത്ത് ലൈൻ മെമ്മറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പിന്നും ഉണ്ട് അതിൽ. ടൈലോഗിന് മാത്രം റീലിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. ഒരു പ്രീമിയം ഗ്രേഡ് ബെയ്റ്റ് കാസ്റ്റിംഗ് റീലാണ്. ഇത് 81 ആണ്. 8.1 ഗിയർ റേഷ്യോ ആണ് വരുന്നത്. പിന്നീട് ബെയ്റ്റ് കാസ്റ്റിംഗിൻ്റെ 7.3. ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സ്പെക്കൊക്കെ സെയിം ആണ്, പക്ഷേ ഇതിൽ ഗിയർ റേഷ്യോയിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ റീലിൻ്റെ ഹാൻഡിൽ നോബ് പവർ ടൈപ്പ് ഹാൻഡിൽ നോബാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. പവർ ടൈപ്പ് ഹാൻഡിൽ നോബാണ് മറ്റേതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇത് 7.3 ആണ് ഗിയർ റേഷ്യോ വരുന്നത്. PG പവർ ഗിയർ ആണ് ഇതിന് വരുന്നത്. ബാക്കിയെല്ലാം ഡിസൈൻസും കാര്യങ്ങളും എല്ലാം സെയിം ആണ്, വെയിറ്റും എല്ലാം സെയിം ആണ്. ചെറിയൊരു വ്യത്യാസം ഈ ഹാൻഡിലിൻ്റെയാണ് മെയിനായിട്ട്. ഇതിൻ്റെ ബോക്സിൽ കണ്ടൻ്റായിട്ടുള്ളത് റീലിൻ്റെ പൗച്ച് വരുന്നുണ്ട്, നിയോപ്രിൻ കവറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള കുറച്ച് ഓയിലും റീൽ ഓയിൽ ടെയിൽ ബോക്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ലൂഡ്സ് ഒന്ന് പരിചയപ്പെടാം. ലൂഡ്സ് നമ്മൾ ഒരുപാട് ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിൻ ചെയ്യുന്ന മെഗാബൈറ്റിൻ്റെ ലൂറുകൾ, മെഗാബൈറ്റിൻ്റെ പോപ്പേഴ്സ് ഉണ്ട്, മെഗാബൈറ്റിൻ്റെ സിങ്കിങ് മിനോസ്, മെഗാബൈറ്റിൻ്റെ ജർക്ക് ബൈറ്റ്സ് ഉണ്ട്. പിന്നീട് മെഗാബൈറ്റിൻ്റെ ഹെവി സിങ്കിങ് മിനോസ് ഉണ്ട്, ചെറിയ സൈസ്. അതിനുശേഷം ചെയ്യുന്നുള്ളത് ലിറ്റ്മയുടെ ലൂഡ്സാണ്. ലിറ്റ്മ ഫ്ലാഷർ, ലിറ്റ്മയുടെ ഹെവി സിങ്കിങ് മിനോസ് ഉണ്ട്. അതുപോലെ ഇത് മെഗാബൈറ്റിൻ്റെ ബൈറ്റ് 110 എന്ന് പറയുന്ന ഡീപ്പർ ലൂറാണ്. മെഗാബൈറ്റ് ബൈറ്റ് 110. ഇതും ഹെവി സിങ്കിങ് മിനോ ആണ്. സഗോഷി 110 FS ഷോർ കാസ്റ്റിംഗ് ലൂറാണ് ഇതെല്ലാം. ഇതിൽ 110 ഇത് 90 സൈസ് സഗോഷി. ഇത് ബോറ 2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. പിന്നെ ഇവരുടെ ബുൾ ഹെഡ് എന്ന് പറയുന്ന വേറൊരു ഡിസൈനുണ്ട് ലിറ്റ്മയുടെ. അവരുടെ ജിഗ്സും ഉണ്ട്, 25 ഗ്രാം, 40 ഗ്രാം,
ജിഗ്സ്. പിന്നീട് നമുക്ക് ഉള്ളത് മെയിൻ നമ്മൾ ചെയ്യുന്ന ഡ്രൈവിൻ്റെ ഫ്രോഗ്സ്. ഡ്രൈവിൻ്റെ റോഡുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈവിൻ്റെ ജംപ് ഫ്രോഗുകളാണ്. ഈ ജംപ് ഫ്രോഗ് എല്ലാം അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ജംപ് ഫ്രോഗ്സ് ആണ്. പിന്നെ ഇത് ഹാർഡ് ABS പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയലായിട്ട്. 18 ഗ്രാമാണ്. ഇത് 65 mm ആണ്. 18 ഗ്രാമാണ്. ടോപ്പ് വാട്ടർ ലൂറാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം അല്ലെങ്കിൽ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ എല്ലാ ഡ്രൈവ് ജംപ് ഫ്രോഗ്സും നൈറ്റിൽ ഗ്ലോ ചെയ്യുന്ന മോഡൽസാണ്. ഇതിൻ്റെ ഈ 2 കണ്ണുകളും ഈ സൈഡിലത്തെ ഈ ലൈൻസൊക്കെ രാത്രിയിൽ ഗ്ലോ ചെയ്യുന്ന ഒരു ടൈപ്പിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കളറുകളാണ് നമുക്കുള്ളത്. ഡ്രൈവിന് 65 mm ഇത്രയും കളറുകൾ ഇപ്പോൾ നിയർ ബൈ നമുക്ക് സ്റ്റോക്കുണ്ട്. പിന്നുള്ളത് ഡ്രൈവിൻ്റെ റിപ്പർ എന്ന് പറയുന്നൊരു മോഡൽ ഉണ്ട്. ഇത് പ്രൊപ്പല്ലർ ടൈപ്പായിട്ടുള്ളൊരു ടോപ്പ് വാട്ടർ ലൂറാണ്. ഇത് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാൻ പോലത്തെ പ്രൊപ്പല്ലർ കറങ്ങി വരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ മോഷൻ. ഇത് 17 ഗ്രാമാണ്. 85 mm ആണ് ഇതിൻ്റെ സൈസ്. അഡീഷണൽ ഒരു റിങ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഹുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഓൾറെഡി ബാക്ക് സൈഡിൽ നമ്മുടെ ഫ്രോഗിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ഹുക്ക് ഉണ്ട് ഓൾറെഡി. പിന്നീടുള്ള ഡ്രൈവിൻ്റെ ജംപ് ഫ്രോഗ് ചെറിയ സൈസ് 45 mm. നമ്മുടെ വരാലൊക്കെ പിടിക്കുന്ന സൈസാണത്. 45 mm 10 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. നല്ല ആക്ഷനുള്ളൊരു ലൂറാണ്. ഇതുപോലെ ഗ്ലോ ചെയ്യുന്ന ഡ്രൈവിൻ്റെ എല്ലാ ലൂഴ്സും ഗ്ലോ ചെയ്യുന്ന ലൂറുകളാണ് നൈറ്റിൽ. 45 mm നമുക്ക് ഉള്ള അവൈലബിൾ ഉള്ള കളേഴ്സ് ഏകദേശം 8 കളറോളം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. പിന്നീട് ഉള്ളത് ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ സൈസ് ഉള്ള ജംപ് ഫ്രോഗാണ്. 90 mm സൈസ് ജംപ് ഫ്രോഗ്. ഇത് 29 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. വലിയ മീനുകൾക്ക് വേണ്ടി വലിയ വാഹ, അതിലെ പുലിവാഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അതിൽ വലിയ ചെറുമീൻ ഒരു 2 കിലോ മേലോട്ട് സൈസുള്ള മീനുകളാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ലോങ് കാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. 29 ഗ്രാം വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എറിഞ്ഞാൽ പോകും. പിന്നെ ഉള്ളത് ഡ്രൈവിൻ്റെ വുഡൻ ഫ്രോക്സ് ആണ്. അത് വുഡാണ്. ഹാൻഡ് മെയ്ഡ് ജംപ് ഫ്രോക്സ് ആണ്. ഹൈലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രോഗാണ്. 2 കളറേ വരുന്നുള്ളൂ. ഈ ഓറഞ്ച് ഷെയ്ഡും ഈ ഒരു നീല ഷെയ്ഡുമാണ് വരുന്നത്. 16 ഗ്രാമാണ് ഈ ജംപ് ഫ്രോഗ്. നല്ല ബാലൻസ്ഡ് ആണ്. നല്ല ആക്ഷനുള്ള ലൂറുകളാണ്. നമുക്ക് പിന്നെ സ്റ്റോക്കിലുള്ളത് സ്റ്റോമിൻ്റെ ഫ്രോഗ്സ്. സ്റ്റോമിൻ്റെ ബാഷോ ഫ്രോഗ് ചെറിയ മീനുകൾക്കുണ്ട്. ചെറിയ വരാല്, ചെറിയ ചെറുമീൻ, അങ്ങനെയുള്ള മീനുകളെ ടാർഗറ്റ്, ചെറിയ സ്നേക്കഡ് വിഭാഗത്തിൽപ്പെടുന്ന മീനുകളെ ടാർഗറ്റ് ചെയ്യുന്ന റോഡാണ് സ്റ്റോമിൻ്റെ ബാഷോ ഫ്രോഗ്. ഒരു സ്പിന്നർ ഉള്ള ഒരു മോഡലാണ് സ്റ്റോം ബാഷോ ഫ്രോഗ്. അതിന് 2 കളറുകളാണ് ഇപ്പം നിലവിൽ സ്റ്റോക്കിലുള്ളത്. അവർക്ക് 4 കളറുണ്ട്. അതെല്ലാം നമുക്ക് ബാക്കി കളേഴ്സ് തീർന്നു. അതിനുശേഷമുള്ള ഡൈവ സ്റ്റീസ് ഫ്രോഗ്. ഇതിൻ്റെ 16.5 ഗ്രാം 16.5 ഗ്രാം 60 mm ആണ് സൈസ്. നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലിട്ട് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഡൈവ സ്റ്റീസ് ഫ്രോഗ്. ഇതൊരു പ്രീമിയം കൺസെപ്റ്റ് ഫ്രോഗാണ്. പിന്നെ ഹുക്ക് സാക്സാസ് എന്ന് പറയുന്ന ഒരു ഡൈവയുടെ ഈ ഒരു സ്റ്റീസ് കാറ്റഗറി വരുന്ന എല്ലാ ലൂറുകൾക്കും അവർ യൂസ് ചെയ്യുന്ന സാക്സാസ് എന്ന് പറയുന്ന ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ വയറാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണ്. വലിയ മീനുകളൊക്കെ പോലും നമുക്ക് ഈസി ആയിട്ട് ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോഗാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തത് ഡൈവ സ്റ്റീസ് ഫ്രോഗ്. അതിലിപ്പോൾ നിലവിൽ നമുക്ക് 5 കളേഴ്സാണ് അവൈലബിൾ സ്റ്റോക്കായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ചേസ് ബേറ്റ്സിൻ്റെ ബോബിൻ ഫ്രോഗ്, ബിഗ് ബോബിൻ ഫ്രോഗ്. ഇത് വലിയ ഒരു സൈസുള്ള ഒരു ഫ്രോഗാണ്. കുറച്ച് സൈസുള്ള ഫ്രോഗാണ്. വലിയ മീനാണ് ടാർഗറ്റ്. ഇത് ഹൈലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനുള്ള ഫ്രോഗാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര സോഫ്റ്റാണ്. നമ്മളൊരു തവള ശരിക്കും പറഞ്ഞാൽ ഒരു പുല്ലൊക്കെ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ബോക്സിൽ കൂടെ തന്നെ നോക്കിയാൽ. ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചേസ് ബേറ്റ്സ് ആണ്. ചേസ് ബേറ്റ്സ് ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ഇത് 19 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഫ്രോഗാണ്. ഫുള്ള് കൈയും കാലും ഒക്കെ ഉള്ള ഒരു ഫ്രോഗാണ്. നല്ല ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയൽ. ഇതിന് ഓൾറെഡി ഇപ്പോൾ 4 കളറുണ്ട്. എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് കളേഴ്സാണ്. ചേസ് ബേറ്റ്സ് വിഗിൾ ബോംബ്.
ഇത് കുറച്ച് സിങ്കി ചെയ്ത് വരുന്ന ടൈപ്പ് ഒരു ലൂറാണ്. പിന്നീട് നമുക്കുള്ളത് ലുക്കാന എന്ന് പറഞ്ഞ കമ്പനിയുടെ നോർമൽ റബ്ബർ ഫ്ലോക്സ് ആണ്. 21 ഗ്രാം ആണ് മെയിനായിട്ടും നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിൽ കൂടുതലുള്ളത്. 21 ഗ്രാമുള്ള ഇത്രയും കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ ഫ്ലോക്സ് ഉണ്ട്. സ്പിന്നർ ബീറ്റ്സ് മോഡലാണ്. സ്പിന്നർ ബീറ്റ് ബസ് ബ്ലേഡ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ചെറിയ ഡ്രൈവിൻ്റെ സ്പിന്നർ ബീറ്റ് ആണ്. ഇത് പിക്കോ ബീറ്റ് എന്ന് പറയും. ചെറിയ മീനാണ്, ചെറിയ വരാലൊക്കെയാണ്. ഇതിന് ചെറിയ വരാല, മഷി, ഇങ്ങനെയുള്ള മീനുകളാണ് കൂടുതലും ഇത് ടാർഗറ്റ് ചെയ്യുന്ന ലൂറ്. ഇത് ബസ് ബൈറ്റ് ആണ് ഡ്രൈവിൻ്റെ. ഇതിൽ ബസ് ബൈറ്റിൽ 2 തരം വേറെ ബസ് ബൈറ്റ് ഉണ്ട്. ഹൈ പിച്ച് ബസ് ബൈറ്റ് ഉണ്ട്, പിന്നെ ലോ പിച്ച് ബസ് ബൈറ്റ് ഉണ്ട്. ഇതിൽ വ്യത്യാസം പറഞ്ഞാൽ ഹൈ പിച്ചിൽ ഒരു ബസ് ബ്ലേഡ് വരും എക്സ്ട്രാ. അത് ഇത് ടോപ്പ് ഓർഡറാണ് ഈ ഹൈ പിച്ച് ബസ് ബൈറ്റ്. പിന്നീട് ഈ ബസ് ബൈറ്റ് എന്ന് പറയുന്ന ഈ മോഡൽ. ഇത് ലോ പിച്ച് ബസ് ബൈറ്റ് ആണ്. ഇതും ടോപ്പ് ഓർഡറാണ് ഈ ബസ് ബൈറ്റ്. ഇവർക്ക് സ്പിന്നർ ബൈറ്റ് മോഡലുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, കൊളറാഡോയും വില്ലോയും. രണ്ടും സ്പിന്നർ ബ്ലേഡിൻ്റെ വ്യത്യാസമാണ്. ഇത് വില്ലോ എന്ന് പറയുന്ന മോഡലും ഇത് കൊളറാഡോ എന്ന് പറയുന്ന മോഡലുമാണ്. അതിൽ ഒരെണ്ണം വില്ലോ ടൈപ്പ് ബ്ലേഡും വരും, ഒരെണ്ണം വേറെ ടൈപ്പ് നോർമൽ സ്പിന്നർ ടൈപ്പ് ബ്ലേഡാണ് ഇതിന് വരും. ഇത് ലുക്കാനയുടെ ചെറിയ ഫ്രോഗുകളാണ്. നമ്മൾ വരാലിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് ചെറിയ ഫ്രോഗുകളാണ്. വരാലാണ് ഇതിൻ്റെ മെയിൻ നമ്മൾ ടാർഗറ്റിംഗ് സ്പീഷീസ്. നല്ല ഫ്രോഗാണ്, നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ്. ഇത് സ്പിന്നർ ടൈപ്പ് മോഡലാണ്. ഇതിൻ്റെ അല്ലാതെ നോർമൽ മോഡൽ ഫ്രോഗുണ്ട്, ചെറിയ സൈസ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 45 mm ആണ്. 9 ഗ്രാം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിൽ ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത്. 4 കളേഴ്സുണ്ട്, 5 കളറുണ്ട്. അതിനുശേഷം ഒരു വെറൈറ്റി ലൂറാണ് റിയാലിസ് മുൻഷി ഡിവോ. ഇത് ചെറിയൊരു പ്രാണി പോലെ ഉള്ള ഒരു ടൈപ്പ് ലൂറാണ്. അതിനകത്ത് നമുക്ക് നോർമൽ നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്തിട്ട് അനക്കി കൊടുത്ത് പിടിക്കുന്ന ടൈപ്പ് രീതിയിലാണ് ഇതിൻ്റെ. ഇത് ഡിവോ ആണ് ബ്രാൻഡ്. ഇത് ജെറിക്കായിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോക്സ് ആണ്. 3 കളേഴ്സും ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഡുവോ റിയാലിസിൻ്റെ കോപ്പി ചെയ്തിട്ടുള്ള ലൂറാണ്. ടോപ്പ് വാട്ടർ വാഹ പിടിക്കുന്ന പെൻസിലുകളാണ് ഇതെല്ലാം. സെറക്കിൻ്റെ സ്കിറ്റിഷ് ഡോഗ് ഉണ്ട്, ഷുഗർ കാച്ച് ഷുഗർ ബൈറ്റിൻ്റെ പെൻസിലുണ്ട്. ഡുവോ ഒറിജിനൽ ഡുവോ റിയാലിസ് പെൻസിൽ 110, 130 ആണ് ഉള്ളത്. ഇത് സ്റ്റോമിൻ്റെ സർപ്പൻറ്റീനോ മോഡൽ വോക്കിംഗ് ഫ്രോഗാണ്. പക്ഷേ ഇത് ചേസ് ബേറ്റ്സിൻ്റെ ഡ്രങ്കൻ മുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ലൂറാണ്. ശരിക്കും മുള്ളറ്റിൻ്റെ എക്സാക്റ്റ് ഷേപ്പിൽ ഉള്ള ഒരു ലൂറാണ്. ഇതിൻ്റെ ഫ്ലോട്ടിംഗ് ആണ്. ഇത് ഒരു സ്പിന്നിങ് സൈസ് ടൈപ്പ് വരുന്ന ടെയിലാണ്.